നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യൂണിവേഴ്സിൽ നിന്നുള്ള ഫെബ്രുവരി മാസത്തിലെ മെസ്സേജിനെ പറ്റിയിട്ടാണ്. യൂണിവേഴ്സ് നമ്മളോട് നിരന്തരം സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ആ സംസാര ഭാഷ ചില സൂചനകൾ പോലെയാണ്. ആ സൂചനകളുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ പല ആഗ്രഹങ്ങളും നമുക്ക് നേടിയെടുക്കാനും നടത്തിയെടുക്കാനും ഒക്കെ സാധിക്കും. യൂണിവേഴ്സുമായി ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കുന്ന വ്യക്തിക്കാണെങ്കിൽ എല്ലാ ആഗ്രഹങ്ങളും പെട്ടെന്ന് സാധിച്ചു കിട്ടും. അപ്പോൾ എന്തെല്ലാം രീതിയിലാണ് യൂണിവേഴ്സ് സൂചനകൾ തരുന്നത്, ആ സൂചനകളുടെ അർത്ഥം എന്താണ് എന്നൊക്കെയാണ് ഈ മാസത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അത് സംഭവിക്കും. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ അവരെ പെട്ടെന്ന് കണ്ടുമുട്ടുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചിട്ട് പറയുമ്പോൾ അത് ആ സമയത്ത് തന്നെ അത് നടക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നത് ഒരിക്കലും ഒരു യാദർച്ഛികമായിട്ടുള്ള യൂണിവേഴ്സ് നിങ്ങളോട് അലൈൻഡ് ആയിരിക്കുന്നു എന്ന അർത്ഥമാണ് അതിനുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലെ ചില തോന്നലുകൾക്ക് മുമ്പ് ഉള്ളതിനേക്കാൾ കൂടുതൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കും. അതായത് എന്ത് ചെയ്യണം, നാളെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഈ കാര്യം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പണ്ട് കുറച്ച് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി അത്തരത്തിൽ കാര്യങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എങ്ങോട്ട് പോകണം, എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ ഉള്ളിൽ വ്യക്തമായ ഒരു ഉത്തരം എപ്പോഴും ഉണ്ടായിരിക്കും. ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ അവരുടെ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിൽ വരും. ഇത് യൂണിവേഴ്സ് നിങ്ങളെ നയിക്കുന്നതിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തനിയെ ഒഴിഞ്ഞു പോകും. അതായത് പഴയ ചില ബന്ധങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ജോലിയിലുള്ള മാറ്റങ്ങളായിക്കോട്ടെ, അതുപോലെ നമുക്ക് നല്ലതല്ലാത്ത കാര്യങ്ങളൊക്കെ യൂണിവേഴ്സ് നമ്മുടെ ലൈഫിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ടിരിക്കും. തുടക്കത്തിൽ ഇതല്പം വേദന നമുക്ക്, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ നമുക്ക് തരുമെന്നുണ്ടെങ്കിൽ പോലും ഇത് യൂണിവേഴ്സ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറ്റി പുതിയ, അതായത് നിലവിലുള്ളതിനേക്കാൾ മികച്ച ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ശുഭ സൂചനയാണ്. അത് നന്നായി തന്നെ എടുക്കേണ്ടതാണ്. പിന്നീടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് കാരണം ഒന്നും തന്നെ ഇല്ലാതെ നമ്മുടെ മനസ്സിൽ ഒരു സന്തോഷവും ഒരു ഉന്മേഷവും ഒരു പോസിറ്റീവ് വൈബ്, എപ്പോഴും കാര്യങ്ങളെ പോസിറ്റീവായിട്ട് കാണാനുള്ള ഒരു വൈബ്, അത് ഒരു ചിന്ത, അതെല്ലാം നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കും. പണ്ട് നിങ്ങൾക്കില്ലാത്ത ഒരു ശീലമായിരിക്കാം അത്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം തോന്നും. കൂടുതൽ പോസിറ്റീവായിട്ടുള്ള ആളുകളെ മീറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കൂടുതൽ കാമും കൊയറ്റുമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാവും. ഇതെല്ലാം നിങ്ങൾ എന്താണ്, നല്ലൊരു ഘട്ടത്തിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല കാര്യങ്ങൾ കടന്നു വരുന്നു എന്നതിൻ്റെ ഒരു അടയാളമാണ്. അതുകൊണ്ട് തന്നെ സൂചനകളെ മനസ്സിലാക്കി വേണ്ട രീതിയിൽ പ്രവർത്തിക്കുകയാണ് ഫെബ്രുവരി മാസം ചെയ്യേണ്ടത്. ഇത്തരത്തിലുള്ള സൂചനകളിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ എങ്കിലും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് നിങ്ങൾ മാറേണ്ടതാണ്. അതായത് യൂണിവേഴ്സുമായി ഒരു കമ്മ്യൂണിക്കേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും എല്ലാം യൂണിവേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുകയും നല്ല കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ കൂടുതൽ ആ കണക്ഷൻ ദൃഢമാവുകയും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ നടത്തി കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സൂചനകൾ മനസ്സിലാക്കി വേണം ഫെബ്രുവരി മാസം മുന്നോട്ട് പോകാൻ. ആ സൂചനകളെക്കുറിച്ച് എപ്പോഴും നമുക്ക് ബോധമുണ്ടായിരിക്കണം. എപ്പോഴാണ് ആ സൂചന നമ്മുടെ ലൈഫിലേക്ക് വരുന്നതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ആ സൂചനകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം. ആ സൂചനകൾ വരുമ്പോൾ തന്നെ ഇവ ഇതുകൊണ്ടാണ് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുകയും വേണം.